ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നല്ല സ്വീറ്റ് ഡിഷായിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം, അച്ചപ്പം, കുഴലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നോർത്ത് ഇന്ത്യൻസിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണിത്. അതായത് ഗുജിയ. നമ്മുടെ ഇവിടെയൊക്കെ മടക്ക് എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ അധികം നമ്മളങ്ങനെ തയ്യാറാക്കി വലിയ പേരൊന്നും ഇല്ല, എന്നാലും മടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഗുജിയ എന്നാണ് ഇതിൻ്റെ ഒരു പേര് നോർത്ത് ഇന്ത്യൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അവർ തയ്യാറാക്കുന്നതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സും നല്ല നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒന്ന്. വളരെ ഈസി ആയിട്ടൊന്നും ഞാൻ പറയില്ല. കുറച്ച് നമുക്ക് പാചകം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കുറച്ച് നേരം ഒന്ന് നിന്നുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, ഒന്ന് ഇതുപോലെയൊക്കെ പരീക്ഷിച്ച് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്താൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഡോ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് മൈദയും 1/2 കപ്പ് റവയായിട്ട് നമ്മൾ മൊത്തം 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പാല് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് കുഴച്ചെടുത്താലും ആവും, പക്ഷേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വെള്ളം പകുതി പാൽ അങ്ങനെ ആക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാവിലേക്കുള്ള പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഫില്ലിങ്ങിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച പാല് ചൂടോടുകൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗുജിയ എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ്. അപ്പോൾ നെയ്യ് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാല് കൂടി തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇതിന് ഒരു 1/2 കപ്പ് നെയ്യൊക്കെ ചേർത്ത് നെയ്യിൽ മാത്രം നമ്മൾ കുഴച്ചെടുക്കും. ഇതിനൊക്കെ നല്ല കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം നമ്മൾ പാലിൽ ഇതുപോലെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അതിനകത്ത് മുമ്പ് ചേർത്തിരിക്കണം. അതിന് ശേഷം 1 ടീസ്പൂൺ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല തിളച്ച പാലായ കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടുള്ള പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തൊടാവുന്ന ഒരു ചൂടൊക്കെ ആകുമ്പോൾ നന്നായി സ്മൂത്തായിട്ട് കുഴയ്ക്കുക. അപ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ചപ്പാത്തിയിലേക്ക് ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം. ഈ പാല് നമുക്ക് പോരാ എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ആവശ്യം വന്നു. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കാൻ എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് തയ്യാറാക്കാം. നമ്മൾ മാവില്ലേ കോയ തയ്യാറാക്കിയില്ല, അത് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ പല ഐറ്റംസ് വെച്ചിട്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കുന്നത്. ഫില്ലിങ്സിൻ്റെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്, ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫില്ലിങ്സ് നന്നായത് മാത്രമേ നമുക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതായത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അത് എടുക്കാം. അതുപോലെ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കായ, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു 5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. 5 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യം നാളികേരമാണ്. അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, നമ്മൾ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ തട്ടി പൊട്ടിക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഈ റെഡ് കളർ ഭാഗങ്ങൾ നമ്മൾ കളയുക. അപ്പോൾ ഇതിങ്ങനെ കളഞ്ഞിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് കളറായിട്ട് വരും. നമ്മളിപ്പോൾ ഇന്ന് തയ്യാറാക്കി ഇപ്പം തന്നെ കഴിക്കാനാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാൻ ആവശ്യമില്ല. ഇതിൻ്റെ ഈ റെഡ് കളർ ഭാഗങ്ങൾ പോയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി അല്ലെങ്കിൽ
ഫ്രീസറിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്ത് എടുക്കുന്നതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് പകരം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അതൊന്നും ചെയ്തില്ല, നമ്മൾ ഇപ്പം തന്നെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ നാളികേരമാക്കിയിട്ട് ചെയ്താലും മതി. എങ്കിലും ഒരു 2 ദിവസം കേടുവരാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ വൈറ്റ് പോർഷൻ മുഴുവൻ കളഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് ആവശ്യമില്ല. എന്നാലും നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇനി മുമ്പ് തന്നെ നമുക്ക് നാളികേരത്തിൻ്റെ ഈ റെഡ് കളറ് നമുക്കത് മാറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ ഇതെല്ലാം കളഞ്ഞ് ഇതേപോലെ വൈറ്റ് കളറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം നമുക്ക് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മാക്സിമം ചെറിയ കഷ്ണമാക്കിയാൽ നമുക്കൊന്ന് പൊടിച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും. ഒരു കറക്ക് വേണ്ടു, നമുക്ക് നല്ല അടിപൊളി പൊടിയായിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഈ നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കുക, അതുപോലെ നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ റവയും അതുപോലെ തന്നെ ഈ നാളികേരം ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരം അധികം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ റവ ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ റവ എന്നാണ് പറഞ്ഞത്, നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ എടുക്കാം കേട്ടോ. എന്നാലാണ് കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മുടെ ക്വാണ്ടിറ്റിയിലേക്ക്. അപ്പോൾ അത് കാരണം 2 ടേബിൾ സ്പൂൺ റവ ഒന്ന് വറുന്നതായിട്ട് വരുമ്പോൾ നാളികേരം ചേർത്ത് നന്നായി ഇളക്കുക. ഒന്ന് ഫ്രൈ ആയി വരുന്നു വേണ്ട, ചൂടായിട്ട് വരിക എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ നാളികേരമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബദാം പരിപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക, തീയോ. ഇനി നമുക്ക് പഞ്ചസാര പൊടി മാത്രം നമ്മൾ ചൂടാക്കിയില്ല, ബാക്കിയെല്ലാം നമ്മൾ ചൂടാക്കി എടുത്തു. ഇനി ആ പൊടിയും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര പൊടിക്കുമ്പോൾ നമ്മുടെ ഏലക്കായും കൂടി കൂടെ ചേർത്ത് പൊടിക്കുക. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് എടുത്തിട്ട് നന്നായി ഒന്നും കൂടി കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായി കുഴച്ചതിന് ശേഷം നമുക്ക് ഈക്വൽ പോർഷനായിട്ട് ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ ഈക്വലായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഓരോ ബോൾസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത ബോളിൽ ഇത് ഇത്തിരി വലിപ്പം കൂടിയതാണ്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ചെറുതാക്കാം. ഈ ഒരു പാകത്തിന് എടുത്താൽ മതിയാവും. നമ്മൾ പരത്തുമ്പോൾ ഈ ഒരു പാകത്തിന് എടുത്ത് എല്ലാം ഇതുപോലെ ആക്കും. അപ്പോൾ നമുക്ക് ഓരോ ബോൾസായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യത്തിന് നല്ല വലിപ്പമുണ്ട്, ഒരുപാട് കട്ടി കുറയ്ക്കരുത്, ഒരുപാട് കനത്തിലും ആവാൻ പാടില്ല. മീഡിയം കനത്തിൽ ഇട്ടിട്ട് നമുക്ക് ഫില്ലിങ് ചേർത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. എല്ലാ ഭാഗവും അമർത്തി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുക. ഇത്ര പണി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ഒരുപാട് നമുക്ക് വേറെ രീതിയിലും തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെ 2 ചെറിയ റൗണ്ട് ആക്കി എടുക്കുക. അതായത് നമ്മൾ എടുത്ത ബോൾസിൽ 2 ബോളാക്കിയിട്ട് ഇതുപോലെ ചെറിയ റൗണ്ടുകളായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കാം പരത്തിയതിന് ശേഷം. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഫില്ലിങ് നിറച്ചതിന് ശേഷം ഇത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് പ്രസ് ചെയ്തതിന് ശേഷം എന്ത് വേണം വെച്ചെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തുക, എന്നിട്ട് തിരിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇത് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ളതും ആയി വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഗുജിയും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ഇത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ഫ്രൈ ചെയ്തെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക. അതിനകത്ത് ഒരു നമ്മുടെ മറ്റേ പേപ്പർ വെച്ച് കൊടുക്കുക, ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓരോന്നും ഒട്ടാത്ത രീതിയിൽ ഇപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിനകത്ത് 2 വയ്ക്കുക, വീണ്ടും ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. അങ്ങനെ ഒട്ടാത്ത രീതിയിൽ വെച്ചിട്ട് നല്ല കണ്ടെയ്നറിൽ വെച്ച് അടച്ച് ഫ്രീസറിനകത്ത് വെക്കുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും അത് സൂക്ഷിക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്ന നേരത്തെ എടുത്ത് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളൂ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ചെറിയ പാൻ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം എണ്ണ ചിലവാവില്ല. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഓയിലിൽ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള പരിപാടിയല്ലേ. കുറച്ച് ഇതുണ്ട് വെച്ചെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ വളരെ ഈസി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്